തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാർ നടപടിക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. ഏറ്റുമാനൂർ നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPIM ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ അഡ്വക്കേറ്റ് KP ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രതിഷേധ പ്രകടനമായിട്ടാണ് ഏറ്റുമാനൂർ നഗരസഭയിലേക്ക് LDF ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ യോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം V ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സമ്പത്ത് കേരളത്തിന്റെ ജനങ്ങൾക്കുള്ളതാണ്. അത് സ്വകാര്യ സംരംഭം കൊടുക്കാൻ, സ്വകാര്യ മുതലാളിമാർ കൊടുക്കാൻ പരിശ്രമിക്കുന്നു. കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് പോലെ വിമാനത്താവളം വെക്കുന്നു, റെയിൽവേ സ്റ്റേഷൻ വെക്കുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വെക്കുന്നു, PSL വെക്കുന്നു. എന്തിനു ചെയ്യുകയാണ്? ഇങ്ങനെ ചെയ്യാൻ ഇടതുപക്ഷം അനുവദിക്കത്തില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ കാവലാളായി ഇടതുപക്ഷ സർക്കാർ നിന്നു. കേരളത്തിന്റെ ഒരു ചില്ലിക്കാശ് പോലും വിറ്റഴിക്കപ്പെടാനോ സ്വകാര്യ മുതലാളിമാർ കൊടുക്കാൻ ഇവർ സമ്മതിച്ചിട്ടില്ല. എന്നാൽ സ്വകാര്യ മുതലാളിമാർക്ക് ഇവിടെ വിനിയോഗിക്കുക, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അതിനെതിരില്ല. അദാനി വന്നല്ലോ, അദാനിയുടെ പോർട്ട് വന്നല്ലോ, നമ്മൾ എതിർപ്പ് പറഞ്ഞില്ല. അതുകൊണ്ട് സ്വകാര്യ മൂലധനം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഇടതുപക്ഷം എതിരില്ല. പക്ഷേ കേരളത്തിന്റെ സമ്പത്ത് സ്വകാര്യ മുതലാളിക്ക് കൊടുക്കുന്നതിന് നമ്മൾ എതിരാ. അവര് പണം കൊണ്ടുവന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരെ പ്രവർത്തിക്കട്ടെ. കൗൺസിലർമാരായ ES ബിജു, ബിബീഷ് ജോർജ്, പാർട്ടി നേതാക്കളായ PS വിനോദ്, TV ബിജോയ്, KP ശ്രീനി, MD വർക്കി, MS ചന്ദ്രൻ, ഗീത ഉണ്ണികൃഷ്ണൻ, KV പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. നീണ്ടൂർ, അതിരമ്പുഴ, ആർപ്പൂക്കര, ഐമനം തുടങ്ങിയ പഞ്ചായത്തുകളിലേക്കും LDFന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. ഏറ്റുമാനൂർ നഗരസഭാ മേഖലയിലെ 50,000-ഓളം വരുന്ന ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം വെട്ടിക്കുറച്ചതിനെതിരായിട്ടുള്ള സമരമാണ്. ഈ സമരത്തിൽ ഞങ്ങൾ ധരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, അതിന്റെ കൗൺസിലർമാർ, ജനപ്രതിനിധികൾ മാത്രമല്ല അണിനിരക്കുന്നത്. ഇവിടെ ഭരണകക്ഷിയിൽപ്പെട്ടിട്ടുള്ള ആളുകളും ഈ സമരത്തോടൊപ്പം ശാരീരികമായി പങ്കെടുത്തില്ല എങ്കിലും മാനസികമായി ഈ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഈ നഗരസഭയുടെ വികസനത്താണ് തടസ്സപ്പെടുന്നത്. ഇനിയിപ്പോ ഗ്രാമസഭയിലേക്ക് പോവുകയാണ്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.